ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിനീത് എളമാട്. നല്ല കഴിവുള്ള പോയനാ, കഴിവുള്ളൊക്കെ ഫസ്റ്റാ. കഴിവുള്ള പിള്ളേരൊക്കെ കേറി വരട്ടെ. ഇന്ന് മലയാളികൾക്കും ഇന്ത്യക്കും ഏറെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ഈ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പുള്ളിയുടെ ഒരു ലൈവ് വോയിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കർട്ടൻ റൈസർ പോലെ മോനായുടെ ചെറിയ അതെ എന്റെ ഒരു ചെറിയ റൈസർ. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇല്ലേട്ടാ, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഞെട്ടി. നമ്മളെ ലോകകപ്പിൽ നമ്മൾ മൊത്തമിട്ട് അത് എനിക്ക് തോന്നുന്നത് സഞ്ജുവിന്റെയും കൂടി ഒരു കാരുണ്യം കൊണ്ടും അല്ലെ സഞ്ജുവിന്റെ ഒരു അല്ലേ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിൽ ടീമിലുണ്ടായിട്ട് നമുക്ക് കളത്തിലിറങ്ങാനൊന്നും സാധിച്ചില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അന്നും ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. വേൾഡ് കപ്പിൽ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവാൻ സാധിച്ചതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. നീയും എന്നെ പോലൊരു മിടുക്കനാ. കേരളത്തിൽ വന്നപ്പോൾ സഞ്ജുവിനെ നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? അത് ചേട്ടാ തീർച്ചയായിട്ടും നമ്മുടെ നാട് തരുന്നൊരു സപ്പോർട്ട് വലിയ ഒരു കാര്യം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൈ കിട്ടിയപ്പോൾ അതെ, ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് ചേട്ടാ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നതാണ്. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒന്നും നോക്കട്ടെ മോനെ, അടിച്ച് വിട്ടേക്കാൻ. എന്തായാലും കലക്കിട നീ നീ മരണമാസാടാ, വേറെ ലെവലടാ നീ.